Hi students, ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി BCom സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ബേസിക് ന്യൂമറിക്കൽ സ്കിൽ എന്ന് പറയുന്ന പേപ്പറിലെ ഫസ്റ്റ് സെമസ്റ്ററിലെ പേപ്പറിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെയുള്ള ഡിറ്റർമിനൻറ്റിൻ്റെ ഭാഗത്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 2019 വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 2019 ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്നതോടുകൂടി ആ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്ന ഭാഗം കൂടി നമ്മളൊന്ന് കവർ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഗിവൺ മെട്രിക്സ് തന്നിട്ടുണ്ട്. 3x3 മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ സിലബസിൽ 3 മെട്രിക്സുകളാണ്. സ്ക്വയർ മെട്രിക്സുകൾക്കാണ് ഡിറ്റർമിനൻറ്റ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓർഡർ, അതുപോലെ സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, ഈ 3 കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് തേർഡ് ഓർഡർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, അതിനുശേഷം ഫൈനലി നമ്മൾ എന്താണ് തേർഡ് ഓർഡറും കൂടി കാണുകയാണ് ചെയ്യുക. ഇവിടെ നമുക്ക് നോക്കാം ആൻസറ്. ഒരു മെട്രിക്സ് തന്നു. ഇപ്പോൾ നമുക്കൊരു മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നു. സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ റോയുടെയും കോളത്തിൻ്റെയും നമ്പർ സെയിം ആയിരിക്കും. അപ്പോൾ ഒരു റോ ഒരു കോളാണെങ്കിൽ എന്ത് വരും? ഇങ്ങനെയാണ് മെട്രിക്സ് വരിക. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഡിനോട്ട് ചെയ്യുക, ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് വരും? സാധാരണ നമ്മൾ ഇതുപോലെ 2 വരകളുടെ ഇടയിലാണ് എഴുതുക. ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യണം? ആ നമ്പറാണ് എന്ത് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റ്. ഇനി രണ്ടാമത് സെക്കൻഡ് ഓർഡർ എന്ന് പറയും. ഇതിൽ നമ്മൾ പറയുന്നതിനാണ് സെക്കൻഡ് ഓർഡർ മെട്രിക്സ്. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x2 ആണ്. 2 റോയും 2 കോളം വരുന്നത്. സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമേ ഡിറ്റർമിനൻ്റ് നമുക്ക് കാണാൻ പറ്റൂ. ബാക്കിയുള്ള ഓർഡർ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഒരു 2x2 മെട്രിക്സ് ആണ് തന്നതെങ്കിൽ 2, 5, 3, -2 ആണെങ്കിൽ, ഇങ്ങനെയാണ് ഒരു മെട്രിക്സ് തന്നെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുന്ന സമയത്ത് ഇങ്ങനെ എഴുതും. അതിനുശേഷം എന്താണ് ഈ മെട്രിക്സിൻ്റെ സിമ്പൽ മാറ്റി ഡിറ്റർമിനൻ്റിൻ്റെ സിമ്പൽ എഴുതും. ഡിറ്റർമിനൻ്റിൻ്റെ സിമ്പലിൽ ബ്രാക്കറ്റ് ഉണ്ടാവില്ല, ജസ്റ്റ് ലൈന് മാത്രമേ ഉണ്ടാവും. 2, 5, 3, -2. BComൻ്റെ പേപ്പർ ആയതുകൊണ്ട് വളരെ സിമ്പിളായ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവും. ഇവിടെ എന്ത് വരുന്നു? നമ്മൾ ഇത് രണ്ടും ക്രോസ് മൾട്ടിപ്ലൈ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഇത് രണ്ടും മൾട്ടിപ്ലൈ. ഇതാണ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുന്ന റൂൾ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 2 × -2 മൈനസ് ബ്രാക്കറ്റിലാണ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തത് 5 × 3 ആണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എന്ത് വരും? -4 മൈനസ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 15 ആണ് വരിക. അപ്പോൾ രണ്ടും നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് അതേ സൈൻ കൊടുത്താൽ മതി. അപ്പോൾ എത്ര വരും? 19 വരും. സെയിം സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? -19 എന്നാണ് വരിക. ഇതാണ് ആൻസർ 2x2 മെട്രിക്സിൻ്റെ കേസിൽ. ഇനി 3x3 മെട്രിക്സ് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 3x3 മെട്രിക്സ് ഇവിടെ തന്നിരിക്കുന്ന മെട്രിക്സ് തന്നെ എടുക്കാം. സി എന്ന് പറയുന്ന മെട്രിക്സ് എങ്ങനെയാണ് തന്നിരിക്കുന്നത്? 2, -3, 1, 2, 0, -1, 1, 4, 5 എന്നാണ് തന്നിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? സി എന്ന് പറയുന്ന ഡിറ്റർമിനൻ്റ് ഫോമിലേക്ക് ഇടും. അപ്പോൾ ഇവിടെ എന്ത് വരും? 2, -3, 1, 2, 0, -1, 1, 4, 5. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഈ ഫസ്റ്റ് റോയിലുള്ള ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ് എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക? ആ റോയും ആ കോളും ഒഴിവാക്കിയതിന് ശേഷം ബാക്കി വരുന്ന മെട്രിക്സിനെ നമ്മൾ അവിടെ എഴുതുക. ആര് വരും? ഈ കോളും ഈ റോയും ഒഴിവാക്കി കഴിഞ്ഞാൽ വരുന്നത് 0, -1, പിന്നെ എന്താണ്? 4, 5. അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇവിടെ ഫിക്സഡ് ആണ്, നെഗറ്റീവ് എഴുതുക. അതിനുശേഷം ഇവിടെ എന്താണോ നമ്പർ ഉള്ളത് അവിടെ എഴുതുക. ഇവിടെ യാദൃശികമായിട്ട് എന്താകുന്നത്? നെഗറ്റീവ്. അത് ആ ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ കൺഫ്യൂഷൻ ആവാൻ വേണ്ടി, കുട്ടികളെ തെറ്റാൻ വേണ്ടിയിട്ട് തന്നെ എഴുതിയതാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് മാത്രം എഴുതും, ആൻസർ തെറ്റും. നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ രണ്ടാമത്തേത് എഴുതുമ്പോൾ നെഗറ്റീവ് ഓൾറെഡി ഉള്ള സൈൻ ആണ്. അതിനുശേഷം എന്ത് ചെയ്യുക? ഇവിടെ എന്താണോ നമ്പർ, ഇവിടെ ഓൾറെഡി മൈനസ് ആണ്, അപ്പോൾ -3 എഴുതുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യണം? ഒരു മെട്രിക്സ് എഴുതണം. ഏതാണ്? ഈ കോളും ഈ റോയും ഒഴിവാക്കി കഴിഞ്ഞാൽ വരുന്ന മെട്രിക്സ് ആരാ? 2, -1. അത് വരും 2, -1, 1, 5, 1, 5. കഴിഞ്ഞില്ല. ഇനി എന്ത് ചെയ്യുക? അടുത്തത് പ്ലസ് ആണ്. പ്ലസ് ഒരു ലൈനിലാണ്, പ്ലസ് സ്പേസ് ഇടാത്തതുകൊണ്ട് എഴുതുന്നതാണ്. എന്ത് ചെയ്യുക? ഈ 1 എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ കോളും ഈ റോയും ഒഴിവാക്കുക. ബാക്കി വരുന്ന 2x2 മെട്രിക്സ് എഴുതുക. ആരാണ്? 2, 0, 1, 4. അതെ, ഇത് നമ്മൾ എഴുതുന്ന സമയത്ത് ഇസ് ഈക്വൽ ടു, ഇതിന് ശേഷമുള്ള ലൈനാണ് ഇവിടെ. നമ്മളിവിടെ 2 എഴുതി. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഈ 2x2 കണ്ടതുപോലെ തന്നെ ചെയ്യാം. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ്? 0 മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് അതിനകത്ത് മൈനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾറെഡി മൈനസ് ഇട്ടു. ഇനി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? -4 ആ വരിക. ഇതെന്തായിട്ട് മാറും? -4. പിന്നെ എന്താണ്? -3 എന്ന് പറഞ്ഞാൽ +3 ആയി മാറും. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. 1 വരും, 10 വരും. 5 × 2 10 മൈനസ് ഇത് രണ്ടും
മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ആണ്, ഇവിടെ എന്ത് വരും -1. പിന്നെന്താണ് പ്ലസ്, ഇവിടെ എന്താ 1 ആണ്, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും 8. 4 × 2 8 മൈനസ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ആണ് വേണ്ടത്, ഇവിടെ എന്ത് വരും 0 വരും. ഇവിടെ എന്താ വരിക 2 × ഈ മൈനസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് വരും 0 മൈനസ് എന്നാണ്, അത് പ്ലസ് ആയിട്ട് വരും, എന്താ വരിക 4 എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ എന്ത് വരും +3 × ഇതെന്തായിട്ട് വരും 10 മൈനസ് -1, അപ്പോൾ എന്ത് വരും 11 വരും. 11 പ്ലസ് ഇവിടെ 1 ആണ്, ഇതിൽ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. 8 - 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും 8 എന്ന് വരും. ഇവിടെ എന്താ വരിക 8 + 33 + 8 എന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര വരിക, നമ്പറൊക്കെ കറക്റ്റാണ്. എന്താണ് ഇവിടെ 8 ഉം 8 ഉം 16 ആണ്, +33 അപ്പോൾ 40 49 വരും അല്ലേ. 30 10 40 46 49. ഇതാണ് എന്ത് ഇതിൻ്റെ ഡിറ്റർമിനന്റ്. അപ്പോൾ ഇതിൽ ഡിറ്റർമിനന്റുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2x2 മാട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് കാണുന്നത്, അതുപോലെ എന്താണ് 3x3 മാട്രിക്സ് ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത്. ഇതാണ് അതിൻ്റെ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്.